ഹായ് ഓൾ, നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ എടുക്കുക. അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഈസ്റ്റേണിൻ്റെ ചില്ലി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്കൊരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇത്തിരി സോഫ്റ്റായിട്ട് വറുത്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് ഹാർഡായി പോകാൻ പാടില്ല. ഇനി നേരത്തെ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പിന്നീട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.